കണ്ണീരിന് എന്റെ മക്കളിന് എന്റെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്റെ മക്കളിന് എന്നെ ദ്രോഹിച്ചു തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മടാള് കൊടുന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഫോണിൽ എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ? അറിയില്ല. എങ്ങനെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് 10 മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം. മകൾക്ക് ഇങ്ങോട്ട് വരണം, എന്റെ മക്കളെ ഇവിടെ നാട്ടിൽ വരണം. അതിനുള്ളതാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ചട്ടി വീഡിയോ കാണണ്ട അവിടെ ഇങ്ങനെ യൂട്യൂബില് ചട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ചട്ടി കാണിക്കുന്ന ഷാജിന് എല്ലാവർക്കും അറിയും. തട്ടെടുത്തിട്ടാടാ താട് അതെടുത്തിട്ടാടാ അതെടുത്തിട്ടാടാ ഉമ്മ ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. ഇങ്ങനെ തൊള്ളണ വീഡിയോ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മാനെ. വീഡിയോ ഇട്ടിട്ടുണ്ട്. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട പുളുത്തി പുളുത്തി. ഇതാണ് കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ കഞ്ചാവടിയെ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല. ഞാൻ ഇട്ട വടിയെ മുത്തു, കഞ്ചാവടിയെ മുത്തു, കള്ളൂടിയ സിനാന്. നിന്റെ പെങ്ങന്മാരെ ഓ നന്നെത്ര ഇല്ല എന്നെ അങ്ങനെ അങ്ങോട്ട് വലിക്കും, മൂക്കിൽ വലിക്കും. തന്നെ ഓരോവന്മാരെ എന്നെ ഒന്നും കാട്ടില്ല. ഒരു 10 വയസ്സ് തരില്ല. എന്നെ അങ്ങോട്ട് പിടിഞ്ഞിട്ടുള്ളൂ, ലക്ഷങ്ങൾ അങ്ങോട്ട് പിടിഞ്ഞിട്ടുള്ളൂ. നാറികള്. ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയിൽ ഷാജിദ സ്വന്തം ഉമ്മയെടുത്ത് സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു ഉമ്മയെടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവരെടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ ജട്ടി വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളാണോ എന്നറിയത്തില്ല, ആ ഒരു ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. നീയൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ റീച്ച് കിട്ടത്തില്ല, ഞാനിട്ടാൽ കിട്ടും. അതുപോലെ തന്നെ ഉമ്മയെടുത്ത് ഇങ്ങനത്തെ ജട്ടി വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുവാണ്, ഭയങ്കരമായിട്ട് അപമാനിക്കുവാണ്. അത് പിന്നെയും വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെയും ഇടുന്നുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ സ്വന്തം ഉമ്മയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുന്ന രീതിയാണ് ഷാജിദ ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. ഇത് കുറേ നേരമായിട്ട് കുറേ നാളായിട്ട് ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഉമ്മേനെ പറ്റി അതുപോലെ തന്നെ സഹോദരങ്ങളെ പറ്റിയൊക്കെ മോശമായിട്ട് സംസാരിക്കുകയാണ്. ആദ്യമേയൊക്കെ ഈ ഒരു ഷാജിദ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഷാജിദ കടന്നു വന്ന കുറേയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയധികം പേര് ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് ഷാജിദ ഇടുന്ന വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഉമ്മാനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഇപ്പോഴും കണ്ട ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്വന്തം ഉമ്മയെടുത്തൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലിട്ടാൽ എല്ലാവരും കാണും, നിങ്ങളൊന്നും ഇട്ടാൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഭയങ്കര അഹങ്കാരത്തോടാണ് സംസാരിക്കുന്നത്. ഇതിനെ കുറേയധികം പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറേയധികം പേര് എതിർത്ത് സംസാരിക്കുന്നവരുണ്ട്. നിങ്ങളിതിൽ ഏതാണ്? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചാനൽ. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.